പരിസ്ഥിതി ലോല പ്രദേശം കരട് വിജ്ഞാപനത്തിന്മേൽ സംസ്ഥാനത്ത് ക്രമപ്രകാരം സ്വീകരിക്കേണ്ട നടപടികൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത നിയുക്ത മെത്രാപ്പൊലീത്ത തോമസ് തറയിൽ. കൃഷിഭൂമികളും ജനവാസ മേഖലകളും പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ പരിധിയിൽ നിന്നും ഒഴിവാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത് കേരളത്തിന്റെ എല്ലാ മേഖലകളിലും ഉണ്ട്. അങ്ങ് അമ്പൂരി മുതൽ മലബാർ വരെയുള്ള പ്രദേശങ്ങളിൽ ഈ ഒരു വലിയ ഒരു പ്രശ്നമുണ്ട്. അത് നമ്മൾ പല രീതിയിൽ നമ്മൾ ജനങ്ങൾ പ്രക്ഷോഭണം നടത്തി ഒത്തിരിയേറെ സമരങ്ങൾ അതിൻ്റെ പേരിൽ നടത്തിയിട്ടുണ്ട്. ഗവൺമെൻറ് ആണെങ്കിലും പല കമ്മീഷനുകളെ നിയമിച്ചു, പ്രത്യേകിച്ച് വുമൻ കമ്മീഷനെ വെച്ചു. അത് കഴിഞ്ഞും ഗവൺമെൻറ് പല പരിശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ, ഇതുവരെയും നമ്മളൊരു അന്തിമ വിജ്ഞാപനത്തിന് വേണ്ട ഒരു അന്തിമ റിപ്പോർട്ട് കേരള സർക്കാരിന് നൽകാനായിട്ട് സാധിച്ചില്ല. മറ്റ് സംസ്ഥാനങ്ങളെല്ലാം കൊടുക്കുമ്പോഴും കേരളത്തിൽ അത് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോൾ ജനവാസ മേഖലകൾ സംരക്ഷിക്കണമെന്നതിൽ പ്രതിപക്ഷവും സംസ്ഥാന സർക്കാരും ഒറ്റക്കെട്ടായാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇതിൽ വ്യക്തമായ വിശദീകരണം നൽകാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും തോമസ് തറയിൽ പറഞ്ഞു.